എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കൊണ്ടൊരു സ്നാക്സാണ്. അതിനായിട്ട് നമ്മളിവിടെ അവൽ എടുത്തിട്ടുണ്ട്, പിന്നെ മിക്സർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചു, കപ്പലണ്ടി എടുത്തു, തക്കാളി ഒരെണ്ണം, നാരങ്ങ, പച്ചമുളക്, കറിവേപ്പില. ആദ്യമേ നമുക്ക് ഈ അവൽ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നെടഞ്ഞെടുക്കാം. ഇതിനകത്ത് അഴുക്കോ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ്. വെള്ളം ഒഴിച്ചത് നനയ്ക്കും. അതിനു മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടോ, അഴുക്ക് കണ്ടോ കിടക്കുന്നത്. ഇനി നമ്മൾ അതവിടെ മാറ്റി വെച്ച് ആദ്യം നമുക്ക് ചട്ടിയിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുക്കാം. പച്ച കപ്പലണ്ടി ആയതുകൊണ്ടാണ് വറക്കുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ തൊലി പോകാൻ തുടങ്ങി. അന്നേരം നമുക്കതിങ്ങനെ കോരിയെടുക്കാം. എന്നിട്ട് ആ പാത്രം തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് പിന്നെ 1 സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, പച്ചമുളക് ഇട്ടൊന്ന് വാട്ടാം. അതിൻ്റെ കൂടെ കരിയാപ്പിലയും ഇടാമേ. കരിയാപ്പില ഇട്ടു ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. സവാളയ്ക്കൊക്കെ ഒരു കളറൊക്കെ കിട്ടും, അതിനായിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചില്ലേ, ആ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഒന്നുകൂടെ. പിന്നെ നമ്മളെടുത്ത് വെച്ച തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ഉടനെ ഉപ്പിട്ട് ആവശ്യത്തിന്. ഇനി നമ്മൾ പൈപ്പിൻ്റെ കീഴെ പിടിച്ച് ഈ അവലയിലോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ അതിനകത്തെ അഴുക്കെല്ലാം പോയി. വെള്ളം തോർന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. ഒരു നനവുണ്ടിപ്പോൾ അവലയിൽ. നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. വീണ്ടും ഇളക്കാം. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി നീരൊഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കാം. നമുക്ക് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സർ. രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് നമുക്ക് ഇത് കഴിക്കാം. നാരങ്ങായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.